ഇതിൽ കർണാടക ഹൈക്കോടതി ശക്തമായ രീതിയിൽ 8-ാം ദിനം ഇടപെട്ടിരിക്കുന്നു. വിഷയം വളരെ ഗൗരവകരമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ ഗൗരവകരമായി ഇടപെടാനുള്ള നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ത് എന്നുള്ളത് വളരെ വേഗത്തിൽ അറിയിക്കണം. ബുധനാഴ്ച തന്നെ അതിലൊരു മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഈ ഹർജി പരിഗണിച്ചത്. കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ വളരെ ഊർജിതമായി ഇനി തിരച്ചിൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിന് ഉൾപ്പെടെയുള്ളത്. ബുധനാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു ശുഭവാർത്ത ലഭിക്കട്ടെ എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. ഗംഗാവലി പുഴയുടെ നദിക്കരയിലാണ് അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നിലവിൽ നടത്തിപ്പോരുന്നത്. ഈ പ്രദേശത്ത് നിന്നുമുള്ള റഡാറിന്റെ സിഗ്നൽ മാപ്പ് കൂടി പുറത്ത് വന്നിരിക്കുകയാണ്. അതനുസരിച്ചുകൊണ്ട് ഏത് മേഖലയിലായിരിക്കാം, കൃത്യമായി പറയുകയാണെങ്കിൽ നദിക്കരയിൽ നിന്നും 40 മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നും സിഗ്നൽ കിട്ടിയതനുസരിച്ച് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാവികസേനാ പരിശോധന ഇന്ന് രാവിലെ മുതൽ തന്നെ പുരോഗമിക്കുകയാണ്. ആ മേഖലയിൽ മുങ്ങൽ വിദഗ്ധരടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ ഡ്രില്ല് ചെയ്ത് ഉള്ളിലേക്ക് പോയി കൂടുതൽ ചെളി മാറ്റി അവിടത്തേക്ക് പരിശോധന നടത്തിയാലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക എന്നുകൂടി സേനാ വിദഗ്ധർ പറയുന്നുണ്ട്. തീരത്തോട് ചേർന്ന് നിരവധിയാണ് മണ്ണിടിഞ്ഞ് കൂനയായി നിൽക്കുന്നത്. അപ്പോൾ ഈ മൺകൂനകളൊക്കെ തന്നെ ഒഴുക്കിക്കളയുക എന്നുള്ള ശ്രമമാണ് ആദ്യമായിട്ടുള്ളത്. അതായത് മണ്ണ് വാരി മാറ്റുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച ഒരു പണി തന്നെയാണ്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവുമുണ്ട്. എന്നാൽ അതിലും എളുപ്പമായിട്ടുള്ളത് ഒഴുകുന്ന നദിയായതിനാൽ അത് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വ്യക്തമായി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു സൂചന കിട്ടുന്നത്. NIT സൂറത്തിലെ വിദഗ്ധരാണ് ഈ ഒരു മാപ്പ്, ഏകദേശ മാപ്പ്, കൃത്യമായി പറയാൻ സാധിക്കില്ല, ഏകദേശ ധാരണയോടുകൂടിയുള്ള ഈ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാപ്പ് പരിശോധിച്ചാൽ അതിനടിയിൽ, മണ്ണിനടിയിൽ ട്രക്ക് ഉണ്ടാകാമെന്നുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലാണ്. കാരണം വളരെ ഭാരമുള്ള ഒരു ട്രക്ക് അത് കൂടുതൽ ദൂരം ഒഴുകിപ്പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണുള്ളത്. ഒരുപക്ഷെ ഇതിന് വിപരീതമായും സംഭവിച്ചേക്കാമെന്നുള്ള ഭീതിയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒഴുകിപ്പോയിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നത്. ഇനി അർജുൻ്റേതല്ലാതെ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി തള്ളിക്കളയാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ആ ഒരു കാര്യത്തിലേക്കും അധികൃതർ വിരൽ ചൂണ്ടുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ഏറെ ദുർഘടം പിടിച്ചതാക്കുന്നതാണ്. കരയിൽ മണ്ണ് നീക്കി 98% പരിശോധിച്ചതുപോലെ നദിയിൽ അങ്ങനെ പരിശോധിക്കാൻ കഴിയില്ല. കൃത്യമായ സമയത്ത് പരിശോധിച്ച് തീരാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും അധികം വെല്ലുവിളി നിലനിർത്തുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം 20 ടൺ ഭാരമുള്ള ലോറിയാണ് അർജുൻ്റേത്. തടി ഉൾപ്പെടെയുള്ള ഭാരമേറിയ വസ്തുക്കൾ ലോറിക്കുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി അത് നദിയിൽ പതിച്ചാൽ മലമുകളിൽ നിന്നും നദിയിലേക്ക് 200 മീറ്ററോളം മണ്ണിടിഞ്ഞു വീണതനുസരിച്ച് ഏകദേശം ഒരു 8 മീറ്ററിൽ താഴെ അർജുൻ ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു സാധ്യതയാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത്. ഇതൊക്കെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. ഒരുപക്ഷെ കരയിൽ നിന്നും 40 മീറ്ററിൽ അകലം അർജുനും അതുപോലെ തന്നെ ലോറിയും ഉണ്ടാകാമെന്നുള്ള ഒരു സൂചനയുമുണ്ട്. സിഗ്നലുകളുടെ ഒരു സാഹചര്യമൊക്കെ തന്നെ, സൂചനകളൊക്കെ തന്നെ പരിശോധിച്ചാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏകദേശ സിഗ്നൽ മാപ്പിംഗ് ആയി മാത്രമേ ഇതിനെ നോക്കി കാണാൻ കഴിയൂ. അവസാന പ്രതീക്ഷയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രയാസകരമായ ഒരു കാര്യം. ഇനി ദേശീയപാത നിർമ്മാണ ഏജൻസികളുടെ സഹായം തേടിയും കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്താനാണ് നോക്കുന്നത്. കാരണം ഈ ഭൂപ്രദേശം ഏറെ പ്രതികൂല സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒപ്പം കാലാവസ്ഥയും നദിയിലെ ഒഴുക്ക് ഒക്കെ വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ട്. സൈന്യത്തിനടക്കം ഇതിനെ മറികടന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഡൈവിംഗ് ഗിയറുകൾ, അതുപോലെ ക്രെയിനുകൾ, വിഞ്ചുകൾ, ബാർജുകൾ, ഇനി ആഴത്തിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങളും റഡാറുകളും ഒക്കെ തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള മറ്റൊരു മാർഗം.